ഗുരുവായൂരപ്പ, പടച്ചോനെ, കർത്താവേ. സ്റ്റോപ്പ് 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 പ്ലീസ് പ്ലീസ്. നിർത്തണേ. നിർത്തണേ നിർത്തണേ നിർത്തണേ. സ്റ്റോപ്പ് സാർ, അല്പം ദയ കാണിക്കണേ സാർ. പ്ലീസ് 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 സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ. തൊഴാം തൊഴാം സാർ. സാർ ഫുള്ളാ, സ്ഥലമില്ല. മദ്രാസിലേക്കാണ് സാർ. തന്നോടല്ലോ പറഞ്ഞ് സ്ഥലമില്ലെന്ന്. അയ്യോ, അങ്ങനെ പറയരുത് സാർ. അമ്മയ്ക്ക് സീരിയസ് ആണെന്നും പറഞ്ഞ് മദ്രാസിൽ നിന്ന് ടെലിഗ്രാം കിട്ടിയിട്ട് പോവുക. സ്ഥലമില്ലാതെ എവിടെ ഇരുന്ന് പോവാന്? കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവസാനമായി അമ്മയൊക്കെ കമന്റാണ് സാർ. ഹലോ, ഒരു അത്യാവശ്യ കാര്യമല്ലേ, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും? അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുത്താനാ? സാറിന് സീറ്റ് കൊടുക്കൂ, അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഞാൻ ചെയ്തെന്ന ഉപകാരം സാർ ഒരിക്കലും മറക്കില്ല സാർ. ഒന്ന് കേറോ? കയറി സാർ. ഒരു ലക്ഷറി കോച്ച് കയറി യാത്ര ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കുകയായിരുന്നു. കണ്ടക്ടർ സാറിന്റെ പേരെന്താ? അങ്ങോട്ട് ചെല്ല്. അല്ല, പിന്നെ പറഞ്ഞാലും മതി. ഒരുമിച്ചിരുന്ന് ഒരുപാട് നേരം യാത്ര ചെയ്യണ്ടല്ലേ. ഇപ്പൊ എവിടെ? ഇയാൾ കോയമ്പത്തൂർ ഇറങ്ങും, അതുവരെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് നീങ്ങണേ. അമ്മ ഏത് ഹോസ്പിറ്റലിലെ? ജനറൽ ഹോസ്പിറ്റലില്. ഈ ബസ് എപ്പോഴാ മദ്രാസിലെത്തുന്നത്? രാവിലെ എത്തും. സാറ് മദ്രാസിലേക്കാ? ഒരു ഉപകാരം ചെയ്യാൻ പോയതാ, അതിപ്പോ കുരിശായി. ഹലോ, മദ്രാസ് എത്തിയോ? മദ്രാസ് എത്തിയില്ല. കുറച്ചു നേരം ഒന്ന് നേരെ ഇരുന്ന നമുക്ക് രണ്ടുപേർക്കും ഉറങ്ങാം. സാർ ഉറങ്ങിയില്ലേ? ഇനി വേണമെങ്കിൽ കുറച്ചു നേരം സാർ എന്റെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങിക്കോ. മൗണ്ട് റോഡ്, സീക്കിരം ഇറങ്ങുക. അല്ല, ലഗേജ് ഒന്നുമില്ലേ? അത് ടെലിഗ്രാം കിട്ടിയ ഉടൻ പുറപ്പെട്ടു, ഒന്നും എടുക്കാൻ പറ്റിയില്ല. ടാക്സി കയറിക്കോളൂ. ഞാൻ വേണ്ട, എനിക്ക് വേറെ വണ്ടി വരും. ഓക്കെ, സീ യു. മുരുക, സിനിമ തിയേറ്റർ ആരും കണ്ടില്ല. അതെ സാർ, இப்படி அங்க இங்க சார் இங்க வந்து சினிமா ஷூட்டிங் நடந்த ஸ்தலம் எവിടെயா? கோடம்பாக்கமா? அது நீங்க எப்படி நேரா போய் லெஃப்ட்ல திரும்பி ரைட்ல திரும்புங்க, ரயில்வே கிராசிங் அது தாண்டுங்க. ரொம்ப സാർ, അവിടെ രജനീകാന്തിനെയും കമലഹാസനെയും ഒക്കെ നേരിട്ട് കാണാൻ പറ്റുമോ? ட்ரை பண்ணி பாருங்க. सोना पड़ी के नक्कल पन। अयो റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചവർ മനസ്സ് മാറി തിരിച്ചു വന്നാൽ അന്വേഷിക്കുന്നത് ഈ ഏരിയയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ വിട്ടിട്ട് പോകാം. கொன்னுடுவேன். என்ன நினைச்சிட்டு இருக்க? படுவா அரஞ்சனா தெரியுமா? குழந்தைய கீழே இறக்கி வச்சுட்டு எங்கடா ஓட பாக்க? സത്യമായിട്ട് ഇത് എൻ കുഴന്തയല്ല, ഇത് റെയിൽവേ ട്രാക്ക്. ஏதோ உன் குழந்தை இல்லையா?
என்ன தோல்ல தூக்கிட்டு வந்தது இந்த குழந்தை, கையால கீழே வச்சது இந்த குழந்தை, இப்போ தரையில இறக்கி விட்டோம்னா உங்க குழந்தை இல்லாம போயிடுமா? ഞാൻ പറ- படுவா, இந்த என்ன டும்மா குட்டி குழந்தைய நம்ப வச்சுக்காத. എന്നാ ഗലാട്ടേങ്ക இந்த நியாயத்தை கேளுங்க. സാർ ഇവര് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ ഇവരെല്ലാം കൂടി എന്നെ കള്ളനാക്കിയിരിക്കാണ് സാർ. നീ മലയാളിയാണോ? അതെ സാർ. ആ വാ എടാ, വരാൻ എടാ, പോങ്ങ എല്ലാം പോങ്ങ വാടാ. அடடே, குழந்தைடா. എടാ, വരാൻ പോയ്യ എന്തൊരു ആ, കഷ്ടമാണ്. എടാ വേഷം കെട്ടി കയ്യിലിരിക്കട്ടാ. എന്നെ പോലുള്ള ഡീസന്റ് ആയിട്ടുള്ള മലയാളീസിനൊക്കെ നിന്നെ പോലെ ഫ്രോഡ് റാസ്കൽസ് വന്ന് ഇവിടെ ജീവിക്കാൻ വയ്യാതായിട്ടുണ്ട്. സാർ ഞാൻ പറയുന്നത് സത്യമാ. കുട്ടി എനിക്ക് റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയതാ. റെയിൽവേ ട്രാക്ക് എന്ന് തുടങ്ങിയാണ് പ്രസവിക്കാൻ തുടങ്ങിയത്. നാട്ടിൽ കണ്ടിടത്തൊക്കെ ഓടി നടന്ന ഏതെങ്കിലും പെമ്പിള്ളേരൊക്കെ എന്നെ കുറിച്ച് പറയരുത്. എന്നിട്ട് കുട്ടിയെ കൊല്ലാൻ വേണ്ടി തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു. അവിടെ ഒന്നും സ്ഥലമില്ലടാ. ഞാനൊരു പാവമാണ് സാർ, എന്നെ രക്ഷിക്കണം. സാർ ഒരു മലയാളിയല്ലേ? നിന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ ഈ കുട്ടി മാത്രമേ ഉള്ളൂ സാർ. കുട്ടി ആർക്ക് വേണം? നിന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചോദിച്ചത്? കയ്യില് കഷ്ടിച്ചൊരു 200 രൂപ കാണും. 200 ഉലുവ. ആ ഉള്ളത് വെക്ക്. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല സാർ. എടാ മൊല്ലാക്കാനെ നീ ഓത്തു പഠിപ്പിക്കല്ലേ. നാട്ടിൽ നിന്ന് പൈസ ഒന്നും ഇല്ലാതാണോ നീ ഇങ്ങോട്ട് പോകുന്നത്? ഉണ്ടായിരുന്നതാ, ആരോ പോക്കറ്റ് അടിച്ചതാ. സംശയം സാർ നോക്കിയതാ. എവിടെ? അയ്യോ ദരിദ്രവാസി. രാവിലെ എന്തെങ്കിലും തടയൂന്ന് വിചാരിച്ചതാ. ഇന്നത്തെ ദിവസം പോക്ക. ആ പോടാ. അപ്പൊ ഈ കുട്ടി എവിടെ ഞാൻ ഇട്ടോ നിന്റെ എല്ലാം ഒരു അറ്റണം ബാക്കി ഉണ്ടാവില്ല. ഓർഡർ കള്ള റാസ്കൽ. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണമാണ്. മോളെ കരയില്ലെന്നല്ലേ പറഞ്ഞത്? ഈ കൊച്ചിനെന്താ ചെവി കേട്ടൂടെ? ഓ, മലയാളം പറഞ്ഞായിരുന്നു മനസ്സിലാവാൻ. കരച്ചിലിന് തമിഴിൽ എന്താണാവോ? എത്ര തമിഴ് പടങ്ങൾ കണ്ടിട്ടുള്ളതാ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓ, അഴാതമ്മ അഴാതെ. ഇനി തമിഴ് കുട്ടി അല്ലായിരിക്കോ? ഈ മൊട്ടത്തലയും നിറമൊക്കെ കണ്ടിട്ട് മാർവാടി കുട്ടിയാണെന്ന് തോന്നുന്നു. ആ, ഹിന്ദി പറയാന്ന് വെച്ചാ അതിന് ഞാനെവിടെ പോവാനാ? ഹിന്ദി എന്ന് കേട്ടപ്പോ കരച്ചിൽ നിർത്തിയല്ലോ. ഹിന്ദി കൊച്ചു തന്നെ. വീണ്ടും തുടങ്ങിയല്ലോ. മോളെ കരയാതെ. ഏതെങ്കിലും കുട്ടിയല്ലാത്തവർക്ക് നിന്നെ കൊണ്ടുപോയി കൊടുക്കാം. അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. കരയാതെ മോളൂ.